നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തു തരണേ. എന്നാൽ മാത്രമേ നമ്മളെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ. പിന്നെ നമ്മളെ മറ്റേ ഡ്രാമയും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുന്നുണ്ട്. ആ ഒരു ഡ്രാമ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ കുറച്ച് ലേഗാവുന്നത് കുറച്ച് തിരക്ക് വന്നു പോയത് കൊണ്ടാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പറ്റുന്ന അത്ര വേഗത്തിൽ എല്ലാ വീഡിയോസും ഇട്ട് തീർക്കുക. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവില്ലേ. അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണിനെ കളിയാക്കുന്ന ഗൂഞ്ഞ. അതായത് അവളിങ്ങനെ ഉറക്കത്തിൽ സംസാരിച്ച് നോക്കാൻ പറഞ്ഞിട്ട് അവളാണെങ്കിൽ എന്നാന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, നീ എന്നെ കൊണ്ട് ഇങ്ങനെ മോശമായിട്ടാണ് സംസാരിച്ചത്, നിന്റെ ബോസ് ആണെങ്കിൽ ഭയങ്കര ദുഷ്ടനാണ്, അയാൾ എനിക്ക് ഒന്നും തരൂല, അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതെന്ന് പറയും. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് ടെൻഷനായിട്ട് അവളാണെങ്കിൽ പറയും, എല്ലാ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ബോസ് നിങ്ങളാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കനെ പുകഴ്ത്തുന്നുണ്ടാവുമായിരിക്കും. ഇത് കാണുന്ന ടൈം അവനാണെങ്കിൽ ചിരി വരും. അപ്പൊ അവളാണെങ്കിൽ പറയും, സത്യം പറ ഞാൻ ഉറക്കത്തിൽ എന്നാ സംസാരിച്ചതെന്ന് ചോദിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയും, നീ ഒന്നും സംസാരിച്ചില്ല, ഞാൻ നിന്നെ കളിയാക്കിയതാണെന്ന് പറയേ. അത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് പിന്നെയും ദേഷ്യം പിടിക്കില്ല. അവളിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്ന കാണുന്ന ടൈം ഇവനെന്ത് ചെയ്യും, അവളെ തലയിൽ ഇതുപോലെ തലോടിയിട്ടാണെങ്കിൽ പറയും, നീ ഇങ്ങനെ കുറച്ച് ടെൻഷനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു തമാശ പറഞ്ഞതല്ലേ എന്ന് പറയേ. അപ്പൊ അതേ ടൈം അവനാണെങ്കിൽ ഇങ്ങനെ തലോടുന്നുണ്ടല്ലോ, ആ തലോടെല്ലാം നമ്മളെ പെണ്ണ് വീണിട്ട് ഖുഷിയാവുന്നുണ്ടാവുമായിരിക്കും അവക്ക്. ഈ ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതായിരിക്കും. അപ്പൊ ഹാനിന്റെ കൂടെ ഇന്നലെ രാത്രി നമ്മളെ ആന്റി ഉണ്ടായിട്ടില്ല. അവനാണെങ്കിൽ എണീച്ചപാടി ആന്റീനെ പരുത്തുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ആന്റീനെ ആണെങ്കിൽ അവിടെ എവിടെയും കാണാത്തത് കൊണ്ട് തന്നെ അവൻ ആന്റീനെ വിളിച്ചു നോക്കും. പക്ഷേ ആന്റി ആണെങ്കിൽ എവിടെയാ ഉള്ളത്, എന്നാ ചെയ്യുന്ന ഒന്നിനും മറുപടി കൊടുക്കാണ്ട് കോള് കട്ട് ചെയ്യും. നമ്മളെ ഹാന് ചില്ലറക്കാരനൊന്നും അല്ലല്ലോ. അതേ ടൈം ആന്റീനെ നോക്കുന്നാണെങ്കിൽ ആള് ഭയങ്കര മൂഡ് ഓഫിലായിരിക്കും. അത് മാത്രമല്ല ഹാൻ ആണെങ്കിൽ അവക്കൊരു ഫോട്ടോ അയച്ചിട്ട് പറയും, ഇന്നലത്തെ രാത്രി അടിപൊളിയായിരുന്നു, എനിക്ക് എപ്പോ നിന്റെ കൂടെ ഇങ്ങനെ താമസിക്കണം ആഗ്രഹമുണ്ട്. അതേ ടൈം ഹാൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവുമായിരിക്കും. ഹാനിനെ കണ്ടപാട് ഇവളാണെങ്കിൽ ആ ഒരു ഫോട്ടോ മെസ്സേജും എല്ലാം ഡിലീറ്റ് ആക്കാൻ പറയും. അപ്പൊ അവനാണെങ്കിൽ പറയും, നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ആക്കാമെന്ന് പറയും. അപ്പൊ അവളാണെങ്കിൽ പറയും, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഞാൻ എങ്ങനെ നിന്റെ ഗേൾ ഫ്രണ്ട് ആവുമെന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, എനിക്ക് തോന്നുന്നത് നീ ഇന്നലെ രാത്രി നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ബ്രേക്കപ്പ് ആയി, പിന്നെ എന്താ നിനക്ക് കുഴപ്പമെന്ന് ചോദിക്കുക. അപ്പൊ അവളാണെങ്കിൽ പറയും, ഫോട്ടോ ഡിലീറ്റ് ആക്കുമെന്ന് പറയും. അവൻ പറയും, നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആകുമെന്ന് പറയും. അങ്ങനെ രണ്ടും കൂടി ഈ സെയിം കാര്യം പറഞ്ഞിട്ട് തച്ച് മരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ഇവരെ ബോസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ബോസിന്റെ മുന്നിൽ പിന്നെ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂലല്ലോ. അവരെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു കുരുപ്പാണെങ്കിൽ ഓഫീസിൽ വരുന്ന ടൈം ഗു ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ വായി നോക്കുന്നതായിരിക്കും. ഹാൻ ആണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അവനാണെങ്കിൽ 100 കാര്യങ്ങൾ ഗുവിനോട് ചോദിക്കും. അതേ ടൈം ഗു ആണെങ്കിൽ പറയൂ, ശരിക്കും എനിക്ക് അവളോടുള്ളത് ലവ് ആയിരിക്കുക, അവള് എന്നെയും കാട്ടി 10 വയസ്സിന് ചെറുതല്ലേ, നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക, സംടൈംസ് ഞാൻ അവളൊരു സിസ്റ്റർ ആയിട്ടാണോ കാണുന്നുണ്ടെങ്കിലോ, അങ്ങനെ ഇങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. കാരണം മൂപ്പർ ഇതുവരെ ലവ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഹാൻ അങ്ങനെയല്ല, ഒരു പ്ലേ ബോയാണ്. അവൻ ഈ ഒരു കാര്യത്തിലെല്ലാം ഭയങ്കര നോളജാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഗോവിനോട് നമ്മളെ ഹാന് പറയുന്നുണ്ടാവുമായിരിക്കും, ഇതിങ്ങനെ ലവ് തന്നെയാണ്, നീ നിന്റെ ഇഷ്ടം അവളോട് തുറന്ന് പറയണമെന്ന്. അപ്പോൾ ഈ ഒരു ഹാൻഡ് ചെക്കൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ മാത്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവുക. അവക്കാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നേ ഉണ്ടാവില്ല. ഇവനോട് ചോദിക്കുന്ന ടൈം ഇവനാണെങ്കിൽ പറയും, നീ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിനക്കൊരു റിവാർഡ് തരുമെന്ന് പറയേ. റിവാർഡ് എന്നെല്ലാം കേൾക്കുന്ന ടൈം ആർക്കാലും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവളാണെങ്കിൽ ചോദിക്കും, എന്നാ തരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അവനാണെങ്കിൽ പറയും, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കും, ശരിക്കും എനിക്ക് സാധനങ്ങളൊന്നും വേണ്ട, നിന്റെ കൈമെന്ന് എനിക്കൊരു സാധനം വേണമെന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ എന്നാന്ന് ചോദിക്കും. അവന് ഭയങ്കര ക്യൂരിയോസിറ്റി ആവേ. അപ്പൊ അവളാണെങ്കിൽ പറയും, എനിക്ക് എന്ന് പറയുന്നപ്പോൾ തന്നെ ഗൂനും ഭയങ്കര എക്സൈറ്റഡ് ആവും, നമുക്കും ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പൊ അവളാണെങ്കിൽ മനസ്സിൽ പറയും, എനിക്കാണെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടണേന്ന് പറയും. പക്ഷേ അവളാണെങ്കിൽ ആ ഒരു കാര്യം അവനോട് പറയും, എനിക്കിങ്ങനെ റിവാർഡൊന്നും വേണ്ടെന്ന് പറയും. അപ്പൊ അവനാണെങ്കിൽ പറയും, ഓക്കെ റിവാർഡൊന്നും വേണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇന്ന് വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറയും. അപ്പൊ അവളാണെങ്കിൽ പറയും, വേണ്ട ഞാൻ ഇങ്ങനെ ആന്റിന്റെ വീട്ടിൽ നിൽക്കുന്നത്, ഞാൻ ഒറ്റക്ക് പോയിക്കോളൂ എന്ന് പറയും. പക്ഷെ അവനാണെങ്കിൽ വീടിനേ ഉണ്ടാവില്ല. ഗൂന്റെ സ്വഭാവത്തിൽ എന്തെല്ലോ മാറ്റങ്ങൾ നമ്മളെ പെണ്ണും ശ്രദ്ധിക്കുന്നുണ്ടാവും. അവളും വിചാരിക്കുന്നുണ്ടാവും, ഈ ഒരു ഗൂനെന്ന് പറ്റിയത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ഇങ്ങനെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടും സ്റ്റെയർ ഇറങ്ങിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെങ്കിൽ നല്ല ഇരുട്ടായത് കൊണ്ട് തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കൻ്റെ കൈ ഇതുപോലെ പിടിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അവനാണെങ്കിൽ വേറെ ഒന്നും പറയാൻ പറ്റൂലല്ലോ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. അങ്ങനെ രണ്ടും എങ്ങനെയല്ലോ സ്റ്റെയർ ഇറങ്ങുന്നുണ്ടാവും. രണ്ടും കൂടിയിട്ട് കാറിൽ പോകുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ഗു ആണെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. എന്നിട്ട് അവൻ്റെ ടൈ എല്ലാം കഴിച്ച് ചാടുന്നുണ്ടാവും. അതുപോലെ തന്നെ കുടുക്കല്ല
ബട്ടൺ ഇല്ലേ, നിങ്ങളുടെ നാട്ടിലും കൊടുക്കുന്ന പറയാ, നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയാന്ന് വെച്ചാൽ കമന്റ് ചെയ്യണം. ആ ഒരു ബട്ടൺ ആണെങ്കിൽ കഴിക്കാൻ നോക്കുന്ന ടൈം അവന് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടാവില്ല. ഇവളാണെങ്കിൽ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് സഹായിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇവർക്ക് ഇവൻ പെട്ടെന്ന് ബ്രേക്ക് ഇടും. ഇവക്കാണെങ്കിൽ എന്നാ പറയേണ്ടത്, അവൾ നിങ്ങൾ തെറ്റ് ചെയ്തോ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ഇവനാണെങ്കിൽ ഇവളെ കൈയും കയറി പിടിക്കുക. എന്നിട്ട് അവളാണെങ്കിൽ സോറി പറയുന്ന ടൈം അവനാണെങ്കിൽ പറയും ഒന്നുമില്ല, കാറിന്റെ മുന്നിൽ ഒരു പൂച്ച ചാടി അതുകൊണ്ടാണെന്ന് പറയും. എന്നാലായിരിക്കും അവൾക്ക് കുറച്ച് ആശ്വാസമാവുന്നുണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ നീ എന്നാ ഇങ്ങനെ സ്ട്രെസ്ഡ് എന്ന് ചോദിക്കുന്ന ടൈം ഗു ആണെങ്കിൽ പറയും ഇവര് ഒരു എഞ്ചിനില്ലേ, ആ ഒരു എഞ്ചിനാണെങ്കിൽ പിന്നെ ഫെയിൽ ആയിട്ടുണ്ടാവുമായിരിക്കും. അതിൻ്റെ ഒരു സ്ട്രെസ്സിലായിരിക്കും അവനുണ്ടാവുക. ആ ഒരു കാര്യം പറയുന്ന ടൈം നമ്മളെ പെണ്ണ് എന്നാ സമാധാനിപ്പിക്കുമെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ വീട്ടിലാക്കി കൊടുത്തിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ അവനത്ര നോക്കി നിൽക്കുന്നത് നമ്മളെ ആൻറ്റി കാണുന്നുണ്ടാവുമായിരിക്കും. ആൻറ്റി ആണെങ്കിൽ 100 ചോദ്യം ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണും അതിനെല്ലാം ഇങ്ങനെ മുക്കി മൂളെ ആൻസർ പറയുന്നുണ്ടാവുമായിരിക്കും, ഒന്നും വിട്ട് പറയുന്നുണ്ടാവൂലേ. എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും ആൻറ്റി എൻ്റെ ബോസ് ആണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സിലുള്ളത്, ആ ഒരു സ്ട്രെസ് കുറക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോയെന്ന് ചോദിക്കേ. ആൻറ്റി ആണെങ്കിൽ പറയും നീ ആണെങ്കിൽ എൻ്റെ അടുത്ത് ബെഗ് ചെയ്താൽ മാത്രമേ ഞാൻ ചോദിക്കൂ എന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് ബെഗ് ചെയ്യുന്നുണ്ടാവും. പാവം നമ്മളെ മോള് ബെഗ്ഗിങ് കണ്ടിട്ട് ആൻറ്റി ആണെങ്കിൽ വിറ്റാമിൻ സിന്റെ എന്തോ ഒരു സംഭവം എടുത്തു കൊടുക്കുന്നുണ്ട് അവർക്ക്. എന്നിട്ട് ആൻറ്റി ആണെങ്കിൽ ചോദിക്കും നിങ്ങളെ കമ്പനിയിലല്ലേ ആ ഒരു ഹാൻ വർക്ക് ചെയ്യുന്നത്, അവന്റെ പൊസിഷൻ ഒന്നും ആ ഒരു കമ്പനിയിൽ നിന്ന് ചോദിക്കുന്ന ടീം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നിങ്ങളെന്തിനാ ഇപ്പൊ ഹാനിനെ കൊണ്ട് ചോദിക്കുന്നതെന്ന്. അപ്പം നമ്മളെ ആൻറ്റി ആണെങ്കിൽ പറയും വേറെ ഒന്നും കൊണ്ടല്ല, അവൻ കുറച്ച് ദിവസമായിട്ട് എന്നെ വല്ലാണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുന്ന ടീം നമ്മളെ പെണ്ണിന് ഷോക്ക് ആവുന്നുണ്ട്. ടീം നമ്മളെ ഗു ആണെങ്കിൽ അതേ സ്ട്രെസ്സിലായിരിക്കും വീട്ടിൽ പോകുന്നുണ്ടാവുക. അവിടെ ഒരു കുരിപ്പുണ്ടല്ലോ, അതാണെങ്കിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവുമായിരിക്കും. ഗു ആണെങ്കിൽ ചോദിക്കും എന്നാടാ നിനക്ക് പറ്റിയെന്ന്. അതേ ടീം അവനാണെങ്കിൽ പറയും ഞാൻ എൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ചാറ്റുന്നാന്ന്, നിനക്ക് അവിടെ ഫോട്ടോ കാണണം വാ എൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുമെന്ന് പറയും. പക്ഷേ ഗു ആണെങ്കിൽ ഇവനൊന്നും മൈൻഡ് ആക്കാണ്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ ആൻറ്റിയും ഈ ഒരു ഹാൻഡിന്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും. അപ്പൊ ആൻറ്റി കാണുന്ന സ്റ്റോറി ആണെങ്കിൽ നമ്മളെ പെണ്ണിന്, അതായത് നമ്മളെ ഡേക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അവൾ ആ ഒരു കാര്യം പറയുന്ന ടൈം ആയിരിക്കും. ആൻറ്റിക്കാണെങ്കിൽ നമ്മളെ ഹാൻഡ് കുരുപ്പാണെങ്കിൽ ചെറിയ ഉടായ്പൊന്നുമല്ല വലിയ ഉടായ്പ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവുക. ഒരു ഹാനായിട്ട് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മളെ ആൻറ്റിയും ഹാനും ആണെങ്കിൽ ഒരു റൂമിലാണല്ലോ താമസിച്ചത്. ആ ഒരു കാര്യമായിട്ട് സംബന്ധപ്പെടുത്തിയതായിരിക്കും. അപ്പൊ ഈ ഒരു സംഭവം കാണുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഓ ഇന്നലെ ഞാനും ഗു ആണെങ്കിൽ ഒരു റൂമിൽ പെട്ട ടൈം ആ ഒരു ഹാന് നിന്റെ അടുത്ത് വന്നിട്ടായിരിക്കും അല്ല ഹെൽപ്പിന് ചോദിച്ചിട്ടുണ്ടാവുമോ എന്ന് പറയേ. അതേ ടൈം ആൻറ്റി ആണെങ്കിൽ എന്ത് നിങ്ങൾ രണ്ടാളും ഒരു റൂമിൽ പെടാനാ എന്ന സംഭവം സത്യം പറഞ്ഞോ എന്ന് പറയുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ മടിച്ചോട് പറയുന്നുണ്ടാവുമായിരിക്കും. ഫസ്റ്റ് പറയാൻ കൂട്ടാക്കുന്നുണ്ടാവില്ല. ആൻറ്റി കയ്യോടെ പൊക്കിന്ന് മനസ്സിലാക്കുന്ന ടൈമായിരിക്കും മൂപ്പർ ചിരിച്ചോണ്ട് സത്യം പറയുന്നുണ്ടാവുക. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും ആൻറ്റിക്ക് ഒരു റിലേഷൻഷിപ്പ് ഇല്ലേ, പിന്നെന്താ ആൻറ്റി ഇങ്ങനെ ഹാൻഡിന്റെ കൂടെ പോയിട്ട് നിന്നേന്ന് ചോദിക്കുക. അതേ ടൈം ആൻറ്റി ആണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്ക് ആയ കാര്യം പറയുന്നുണ്ടാവുമായിരിക്കും. ഇവർ രണ്ടാളും റിലേഷൻഷിപ്പിനെ ഭയങ്കര വെറുക്കുന്നുള്ള രീതിയിലായിരിക്കും സംസാരിച്ച് തുടങ്ങുന്നുണ്ടാവുക. എൻ്റെ ഡേ ആണെങ്കിൽ ചോദിക്കും ആൻറ്റിക്ക് ഇങ്ങനെ സങ്കടമൊന്നും ഇല്ലേന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും സങ്കടമൊന്നുമില്ല, പക്ഷെങ്കിൽ ചെറിയൊരു വിഷമം ഉണ്ട് എന്ന് പറയും. രണ്ടും കൂടിയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഡേ ആണെങ്കിൽ ചോദിക്കും ആൻറ്റിക്ക് ഇങ്ങനെ ഹാൻഡിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. ആൻറ്റി ആണെങ്കിൽ പറയും അവന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെങ്കിൽ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ സത്യങ്ങൾ മൊത്തം എനിക്ക് ഹാൻഡ് എടുത്ത് പറയേണ്ടി വരും. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ഡേയുടെ ഹാർട്ട് അടിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് നമ്മളെ ആൻറ്റി ആണെങ്കിൽ പറയും ആ ഒരു സത്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ട് ഗൂവിൻ്റെ അടുത്ത് പോയിട്ട് പറയും. ഗൂ ആണെങ്കിൽ നിന്നെ വെറുക്കും. അങ്ങനെ ഇങ്ങനെ 100 കാര്യങ്ങൾ പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ ഓ മൈ ഗോഡ് ആൻറ്റിയുമായൊരു ഹാനും സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോകുമല്ലോ എന്നുള്ളൊരു തിങ്കിൽ നിൽക്കുവേ. എന്നിട്ട് നമ്മളെ ഡേ ആണെങ്കിൽ പറയും സാരമില്ല, ഞാൻ പെട്ടുപോയാലും സാരമില്ല, ആൻറ്റിക്ക് അവൻ്റെ കൂടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ആൻറ്റിയും അവനും ഇങ്ങനെ സെറ്റ് ആയിക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടാവും. അവർക്ക് എന്ത് കണ്ടിട്ടാകുമ്പോൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ടൈം ആൻറ്റി ആണെങ്കിൽ പറയും ഞാൻ നിൻ്റെ അടുത്ത് വെറുതെ തമാശയാക്കിയതാണ്, എനിക്ക് അവനോട് ഇഷ്ടമൊന്നുമില്ല, അത് മാത്രമല്ല അവൻ എന്നെയും കാട്ടി ചെറുതാണ്, ഞാൻ എങ്ങനെ അവനെ ഇഷ്ടപ്പെടുമോ എന്നൊന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോഴായിരിക്കും നമ്മളെ ഡേ പെണ്ണിനെ കുറച്ചെങ്കിലും ആശ്വാസമാവുന്നുണ്ടാവുക. അതേ ടൈം ആയിരിക്കും ആൻറ്റിൻ്റെ എക്സിൻ്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ടാവുക. അതായത് നിൻ്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ നീ തന്നെ ഹാൻഡിൽ ചെയ്തോന്ന് പറഞ്ഞിട്ട്. ഇതേ ടൈം ആൻറ്റി ആണെങ്കിൽ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ പെണ്ണിനോട് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോന്ന് പറയുക. അപ്പോൾ അതേ ടൈം ഡി ആണെങ്കിൽ പറയും ഇതെല്ലാം നിനക്ക് നിൻ്റെ എക്സ് തന്നതല്ലേ എന്ന് പറയുന്ന ടൈം ആൻറ്റി ആണെങ്കിൽ പറയും അവൻ തന്നത് തന്നെയാ, അവനാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് വെച്ചിട്ട് ചെയ്തോന്നാണ് പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ എടുത്തോ, ബാക്കിയുള്ളത് മൊത്തം കൊണ്ടുപോയിട്ട് കളഞ്ഞോന്ന് പറഞ്ഞിട്ട് ആൻറ്റി അവിടുന്ന് പോകും. നമ്മളെ
എല്ലാവരും വിചാരിച്ചത് നമ്മളെ ആൻറ്റിക്കാണെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പിൽ ഒരു സങ്കടവും ഇല്ല എന്നല്ലേ. പക്ഷേ നമ്മളെ ആൻറ്റി ആണെങ്കിൽ റൂമിൽ പോയിട്ട് ഒരേ കരച്ചിലായിരിക്കും. കാരണം ഈ ഒരു ചെക്കനെ ആൻറ്റിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ഒരു ഫീലിങ്സ് ഒക്കെ അടക്കി പിടിച്ചിട്ട് മുഖത്തൊരു ചിരി വെച്ചിട്ട് മാത്രമേ ആൻറ്റി എല്ലാവരും മുന്നിൽ നിന്നിട്ടുണ്ടാവുള്ളൂ. അവസാനം നമ്മൾ പറയുന്നത് പോലെ നമ്മളെ ഫീലിങ്സ് അറിയുന്നത് നമ്മളെ റൂമിന് മാത്രമായിരിക്കും. നമ്മൾ സന്തോഷപ്പെട്ടാലും സങ്കടപ്പെട്ടാലും നമ്മൾ റൂമിന് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും നമ്മളെ ആൻറ്റിക്ക് ഉണ്ടാവുക. ഈ ടൈം നമ്മളെ കൂച്ചക്കനെ നോക്കുന്നതാണെങ്കിൽ അവൻ എന്തോ ഒരു AI-നെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് ഇടുന്നുണ്ടാവുമായിരിക്കും. അതായത് നമ്മളിങ്ങനെ സ്റ്റോറി ഇടില്ല അതുപോലെ ഇടുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണും അത് കാണുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അവക്കാണെങ്കിൽ ഒരക്ഷരം മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവളത് മൈൻഡ് ആക്കിയിട്ടുണ്ടാവില്ല. ഇവളത് ലൈക്ക് ഇടാത്തത് കൊണ്ട് തന്നെ നമ്മളെ ചെക്കിന് ഒരുപാട് സങ്കടാവേ. അവനാണെങ്കിൽ ഹാനോട് ചോദിക്കും എൻ്റെ സ്റ്റോറിക്ക് ഇതെന്താ ആരും ലൈക്ക് ഇടാത്തെന്ന് ചോദിക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ എന്ത് ചെയ്യും അവൻ്റെ സങ്കടം മാറ്റേണ്ടിയിട്ട് ലൈക്ക് ഇടുന്നുണ്ടാവുമായിരിക്കും. ഇവൻ ലൈക്ക് ഇടുന്ന ടൈം ഗു ആണെങ്കിൽ പറയും അത് പെമ്പിളറൊന്നും എന്താ എൻ്റെ പോസ്റ്റിന് ഇങ്ങനെ ലൈക്ക് ഇടാതെന്ന് ചോദിക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ ചോദിക്കും എന്നാന്ന് ഡേ നിന്റെ പോസ്റ്റിന് ലൈക്ക് ഇട്ടിട്ടില്ലേ എന്ന് ചോദിക്കും. അതേ ടൈം ഗു ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയും ഈ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ ചെറിയ സംഭവമല്ല, അതിൽ നമ്മൾ പെമ്പിളർ ലൈക്ക് ഇടേണ്ടിയിട്ട് ഒരുപാട് ട്രിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ കുരിപ്പ് എന്തോ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. അത് നമ്മളെ പെണ്ണ് കണ്ടിട്ട് അവളാണെങ്കിൽ ആ ഒരു സ്റ്റോറിക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അത് കാണുമ്പോൾ നമ്മൾ ഗുവിന്റെ മുഖത്തുള്ള സന്തോഷം നോക്കിയാൽ രണ്ടും കൂടിയിട്ട് എന്തെല്ലോ ചാറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഗു ആണെങ്കിൽ ഇവൻ ആദ്യം ഇട്ട പോസ്റ്റ് അവൾ കണ്ടിനോന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ പറയും ഞാൻ കണ്ടിന് പക്ഷേ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നൊന്ന് പറഞ്ഞിട്ട് എങ്ങനെയല്ലോ അവൾ തപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. അല്ല പിറ്റേ ദിവസം അവളാണെങ്കിൽ കമ്പനിയിൽ പോകുന്ന ടൈം ഗൂനാണെങ്കിൽ നമ്മളെ ആൻറ്റി കൊടുത്ത ആ ഒരു പ്രഷർ കുറയേണ്ട ഒരു സംഭവമില്ലേ ആ ഒരു സംഭവം കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഏത് വിറ്റാമിൻ സിന്റെ ആ ഒരു സംഭവം കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ ഗു ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ കൈമിൽ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ട് അവൾക്ക് ഏതെങ്കിലും ഭാഗം മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറയുന്നുണ്ടാവുമായിരിക്കും. ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ ഹാൻഡ് ചെക്കൻ ആണെങ്കിൽ അവിടെ ഉണ്ടാവുമായിരിക്കും. ഹാൻഡ് ചെക്കൻ ഞാൻ പറയണ്ടല്ല വന്നപാട് കുരുട്ട് വർത്താനങ്ങൾ പറയുന്നുണ്ടാവും. ഒരു ആർട്ടിക്കിൾ വേറെ ഒരു ആർട്ടിക്കിൾ ആയിരിക്കും നമ്മളെ ചെക്കൻ ഇന്നലെ സ്റ്റോറി ഇട്ടിട്ടില്ലേ ആ ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. ഹാൻ ആണെങ്കിൽ അത് കണ്ടപാട് പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ഭഗവാനെ ഇനി ഇതും പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഹാൻഡ് കൈമേൽ അത് കൊടുക്കാൻ നോക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ പറയും ഹേ എനിക്ക് വേണ്ട നീ തന്നെ എടുത്തോന്ന് പറഞ്ഞിട്ട് അതിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും. എല്ലാ സ്ഥലത്തും ഭയങ്കര ചൂടാണ്. നോമ്പെടുക്കുന്ന കൂട്ടുകാർക്കെല്ലാം ഭയങ്കര കഷ്ടമാണെന്ന് അറിയാം. എന്നാലും എല്ലാവരും അവരവരെ ഹെൽത്ത് നോക്കണം കേട്ടോ. പോയപാട് ഇവനാണെങ്കിൽ ഒരു പ്രിന്റ് എടുത്ത പേപ്പർ നമ്മളെ ചെക്കൻ്റെ കൈമേൽ കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് അവനോട് അവളെ കൊണ്ട് തോന്നിയ കാര്യങ്ങളൊക്കെ ആ ഒരു പേപ്പറിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറയുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഹാൻഡ് കുരുട്ടു ബുദ്ധി അതുകൊണ്ട് ഹാന് പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മളെ എവിടെയെല്ലാം പോയിട്ട് ചാടാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതെല്ലാം അവനാണെങ്കിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞ അതേ ടൈം ഹാൻ ആണെങ്കിൽ എന്തായെന്ന് ചോദിക്കുക. ഇവനാണെങ്കിൽ അത് അവന്റെ മെസ്സേജ് കാണുമ്പോൾ ദേഷ്യം വന്നിട്ട് ആ ഒരു പേപ്പർ ചവിട്ടിക്കൂട്ടുന്നുണ്ടാവുമായിരിക്കും. ചവിട്ടിക്കൂട്ടുന്നല്ല കൈനെ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആക്കുന്നുണ്ടാവുമായിരിക്കും. അതിനെന്നാ പറയുക എനിക്ക് കറക്റ്റ് വേർഡ് കിട്ടുന്നില്ല കേട്ടോ. എന്നാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഒരിക്കൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ നേരെ ഓഫീസിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മളെ പെണ്ണിനെ കൊണ്ട് ചോദിക്കുക. അതേ ടൈം ഫെയ് ആണെങ്കിൽ പറയും അവളിങ്ങനെ ആനിമൽസിന്റെ ഫോട്ടോ എടുക്കാൻ പോയിട്ടാണല്ലേ എന്ന് പറയും. ഫെയ് ആണെങ്കിൽ ഗൂനോട് ചോദിക്കും ഇന്ന് രാത്രിയിലത്തെ നമ്മളെ പ്ലാൻ ഒന്നും നീ മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈം ഗു ആണെങ്കിൽ എന്ത് പ്ലാൻ എന്ന് ചോദിക്കുന്നതായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക. അത് നമ്മളെ ഗൂവിന്റെ ബർത്ത്ഡേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. ആ ഒരു പാർട്ടീന്റെ കാര്യമായിരിക്കും നമ്മളെ ചെക്കൻ പറയുന്നുണ്ടാവും. ഡേ ടൈം നമ്മളെ ഡേ പെണ്ണിനെ നോക്കുന്നതാണെങ്കിൽ അവളെ സകലമാന ആൾക്കാർ ഈ ഫോട്ടോ എടുത്ത് നടക്കലായിരിക്കും. അപ്പൊ ഫെയ് ആണെങ്കിൽ വിളിച്ചിട്ട് നമ്മളെ ഗൂവിന്റെ ബർത്ത്ഡേന്റെ കാര്യം പറഞ്ഞിട്ട് അവളോട് വേഗം വരാൻ പറയുന്നുണ്ട്. അവളാണെങ്കിൽ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അവർക്ക് ഗൂവിന്റെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ ഇങ്ങനെ അവന് ഉറപ്പായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ. ഗിഫ്റ്റ് കൊടുക്കാണ്ട് എനിക്ക് പോകാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഷോപ്പിന്റെ ഉള്ളിൽ കയറുന്നുണ്ട് അവർക്ക്. എന്നാൽ ഗിഫ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കൻ്റെ ബർത്ത്ഡേയുടെ പാർട്ടി നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. ഇവിടുന്നാണെങ്കിൽ ബാക്കിയുള്ള പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് പാട്ട് പാടുന്നതായിരിക്കും. ഹാൻ ആണെങ്കിൽ പറയും എല്ലാവരും പാട്ട് നിർത്തും നമുക്കാണെങ്കിൽ ഒരു ഗെയിം കളിക്കാമെന്ന് പറയൂ. എന്നാന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ കളിക്കുന്നില്ലേ എന്താ പറയാ ആക്ഷൻ ഹീറോ ബിജു എന്നല്ല അതിന് പറയാം. നമ്മളെ നാട്ടിൽ അങ്ങനെയാണെന്ന് പറയാം. ഇങ്ങനെ നമ്മളെ ആക്ഷൻ കാണിച്ചു കൊടുത്തിട്ട് അത് ഏതാ സിനിമ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സംഭവമായിരിക്കും. പിള്ളേർക്ക് ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളെ കണ്ണടിയില്ലേ അവനാണെങ്കിൽ പറയും ഡേയും ഗൂവും കൂടിയിട്ട് നമുക്ക് അതിന്റെ ഡെമോ കാണിച്ചു തരട്ടെ എന്ന് പറയും. അവരും ഓക്കെ ആയിരിക്കും. നമ്മളെ ഗൂ ആണെങ്കിൽ പെണ്ണിന്റെ കൂടാന്ന് അറിയുന്ന സമയത്ത് ഉറപ്പായിട്ട് ഓക്കെ ആയിരിക്കുമല്ലോ. അവളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ ഈ ഒരു ഹേർട്ട് എന്നല്ല പറയാ ഹാർട്ട്
പാട്ടും എന്തോ ഒരു സംഭവമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ മെഴുകി ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഹാനിന് സംഭവം മനസ്സിലായിട്ടു അവൻ അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. കാരണം ഇവർ തമ്മിൽ എന്തെങ്കിലും കുറച്ച് അധികം അടുപ്പം ഉണ്ടായിക്കോട്ടെ എന്നായിരിക്കും നമ്മളെ ഹാനിന്റെ വിചാരം. അതെന്തായാലും നടന്നിട്ടുണ്ട്. ആരോ ഒരാൾ ഇവരിങ്ങനെ കാണിച്ചതിന്റെ ആൻസർ പറയുന്നുണ്ടാവുമായിരിക്കും. അവരെ നാട്ടിലത്തെ സിനിമ ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. അടുത്തൊരു വേർഡ് പറയേ, നമ്മളെ ഹാൻ ആണല്ലോ ഈ ഒരു ഗെയിം ഓർഗനൈസ് ചെയ്യുന്നത്. ഈ ഒരു കുരുപ്പാണെങ്കിൽ അടുത്ത പറയുന്നത് എന്താന്ന് വെച്ചാൽ എ കിസ് ഫോർ ലവ് എന്നായിരിക്കും. നമുക്കിങ്ങനെ പറഞ്ഞിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. നമുക്ക് എന്താ പറയുക ഫിസിക്കലി അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂലേ. നമ്മളെ പെണ്ണ് ഭഗവാൻ ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് ആലോചിക്കുന്നതായിരിക്കും. അതായത് നമ്മളെ ഹാൻഡ് കാണിച്ചു കൊടുക്കും. അത് നമ്മളെ പിള്ളേരാണെങ്കിൽ ആക്ഷൻ കാണിച്ചു കൊടുക്കണം. പിള്ളേർ എന്ന് വെച്ചാൽ ഗോവും നമ്മളെ ഡേയും. ബാക്കിയുള്ള പിള്ളേരാണെങ്കിൽ അത് എന്താണെന്ന് പറയണം. അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഹാൻ ആണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, എടാ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെടുന്നത്, ഈ ഒരു ചാൻസ് നീ എങ്ങനെയെങ്കിലും ഒന്ന് മുതലാക്കുകയെന്ന്. പക്ഷേ നമ്മളെ ഗൂന് മനസ്സിലായനോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ലേ. നമ്മളെ ഡേ പെണ്ണാണെങ്കിൽ ഇതുപോലത്തെ എക്സ്പ്രഷനെല്ലാം വെച്ചിട്ട് മാക്സിമം ഈ പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. പിള്ളേരാണെങ്കിൽ നീ ഇതെന്നാ പറയുന്നത്, ചുണ്ടാണോ മൗത്താണോ അല്ലെങ്കിൽ വലിയ മൗത്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ എല്ലടാന്ന് പറഞ്ഞിട്ട് പിന്നെയും ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ടോ. ഒരു ഗോസിപ്പ് ചെക്കനില്ലേ, അവന് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ തൊപ്പിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ തൊപ്പിയാണെങ്കിൽ ലൗഡായിട്ട് പറയുന്നുണ്ടാവില്ല. ഹാൻ ആണെങ്കിൽ പറയല്ലടാ എന്നുള്ള രീതിയിൽ കുരക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ കണ്ണുരയാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് പിന്നെയും ആലോചിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. തൊപ്പി നമ്മളെ ഗോസിപ്പ് ചെക്കനും എല്ലാരും പറയും, നീ കാണിക്കുന്നത് നിങ്ങളിപ്പോ തോക്കാനാകും, അതുകൊണ്ട് രണ്ടാളും ഇന്ററാക്ട് ചെയ്തിട്ട് കാണിച്ചതാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ടൈം നമ്മളെ ഗുവ ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഉമ്മ വെക്കാൻ പോകും. അവളാണെങ്കിൽ അവളെ ഫസ്റ്റ് കിസ് ആണല്ലോ, അതിന്റെ എക്സൈറ്റ്മെന്റിലായിരിക്കും. അവനാണെങ്കിൽ അടുത്തേക്ക് വരുന്ന ടൈം അവളാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും, ഞാൻ ഇങ്ങനെ ഉമ്മ കൊടുത്താലൊന്നും പ്രശ്നമില്ലാന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ കുരിപ്പ് കണ്ണടിയില്ലേ, അവനാണെങ്കിൽ ആ ഒരു സിനിമ ഏതാന്നിങ്ങനെ ആലോചിച്ചിട്ട് നമ്മളെ തൊപ്പിയാണെങ്കിൽ ഇവർ രണ്ടാളും ഉമ്മ വെക്കാൻ പോകുന്നത് വീഡിയോ എടുക്കുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് ആ ഒരു സിനിമേൻ്റെ പേര് പറയുന്നുണ്ടാവുമായിരിക്കും. സത്യം പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മൊത്തം ഈ ഒരു കണ്ണടനെ കൊണ്ട് നശിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പിള്ളേരെ എല്ലാവരും കൂടിയിട്ട് അവനിതാ ഇതുപോലെ അടിക്കുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു അടി അവന് കിട്ടേണ്ടതാണല്ലേ. ഉമ്മ നശിപ്പിച്ചതോ പോട്ടെ, വീട്ടിലേക്ക് പോകാൻ പോകുന്ന നമ്മളെ പെണ്ണിനോട് നീ ഒരു പെൺകുട്ടിയല്ലേ, ഞാൻ നിന്നെ കൊണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. പിള്ളേരെല്ലാവരും അവനെ തൂക്കി പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ഹാനിനോട് നീ എന്നെ കൊണ്ടാക്കി തരുമെന്ന് ചോദിക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ പറയും, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അത് മാത്രമല്ല ഇങ്ങനെ ഡ്രിങ്ക് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നീയാണ് അവനെ വീട്ടിലെത്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹാനും അവിടുന്ന് പോകും. അവളാണെങ്കിൽ അവന്റെ വീട്ടിന്റെ മുന്നിൽ ആക്കുക. എന്നിട്ട് അവളാണെങ്കിൽ ഞാൻ പോകുന്നതാണ്, എന്റെ മിഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയും. അതേ ടൈം അവനാണെങ്കിൽ പറയും, നിന്നോട് എന്നെ എന്റെ വീട്ടിലാക്കാനാ പറഞ്ഞത്, ഇപ്പൊ എന്റെ ഡോറിന്റെ സൈഡ് മാത്രമല്ലേ ആയിട്ടുള്ളൂ, നീ എന്നെ അകത്താക്കി തന്നെന്ന് പറയേ. അപ്പൊ അവനാണെങ്കിൽ ആ ഒരു പാസ്വേഡ് അടിക്കാനുള്ള ആ ഒരു ഗതി ആയിരിക്കില്ല, അതുകൊണ്ട് ഇവളോട് പാസ്വേഡ് അടിക്കാൻ പറയും. ഇവളാണെങ്കിൽ തെറ്റായ പാസ്വേഡ് അടിക്കുന്ന ടൈം ഇവനാണെങ്കിൽ ഇതുപോലെ നിന്നിട്ടടിക്കുക പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പാവം നമ്മളെ പെണ്ണ് എന്താ പറയാ, വണ്ടീൻ്റെ അടിയിൽ അടിഞ്ഞു പോയ തവളക്കുട്ടിയിലെ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ രണ്ടും കൂടിയിട്ട് വീടിൻ്റെ അകത്തേക്ക് എത്തുന്നുണ്ടാവും. ഇതല്ലേ സേഫ് ലാൻഡിങ് ഒന്നുമല്ല, ഇതുപോലെ ആയിരിക്കും എത്തുന്നുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. ഇനി എന്തെല്ലാം വരാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന അടിപൊളി ഡ്രാമയല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പൊ അധികം ഒന്നും പറയാണ്ട്